3 എക്സർസൈസ് അത് നിങ്ങളുടെ മെമ്മറി പവറിനെ കൂട്ടാൻ സാധിക്കുന്നതാണ്. അതും സിമ്പിളായി കൈകൾ ഉപയോഗിച്ചുകൊണ്ട്. നമുക്കറിയാം, ഫിംഗർ എക്സർസൈസ് നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അത് നമ്മുടെ ബ്രെയിനെ ചുറുചുറുക്കുള്ളതാക്കി തീർക്കുന്നതാണ്. നമ്മൾ ഫിംഗർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ന്യൂറോൺസിനെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സെറട്ടോണിയൻസിനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് പാസ് ചെയ്യാൻ സഹായിക്കും. തൽഫലമായി നമ്മുടെ ബ്രെയിന് ഹാപ്പി മൂഡ് ഫീൽ ആകുകയും അത് ഡിപ്രഷൻ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. വീഡിയോ അവസാനം വരെ കാണുക. വെൽക്കം ബാക്ക് ടു സ്പെഷ്യൽ ഹെൽത്ത് മീഡിയ. ഇത് ജോൺ, യുവർ ഫിസിക്കൽ തെറാപ്പിസ്റ്റ്. നിങ്ങളുടെ കൈകൾ ഇതുപോലെ പരസ്പരം ഫേസ് ചെയ്ത് തൊഴുതു പിടിക്കുക. ഒപ്പം ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. നിങ്ങളുടെ കൈവിരൽ ഐ ലെവലിൽ പിടിക്കുക. വിരലുകൾ പരസ്പരം ടച്ച് ചെയ്തിരിക്കണം. ഒപ്പം മൗത്തിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കുറച്ച് താഴ്ത്തുക. അതോടൊപ്പം നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ബെൻഡ് ചെയ്ത് റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സിനെ കവർ ചെയ്യുക. ദാ ഇതുപോലെ. ശേഷം ബ്രീത്ത് ഇൻ ചെയ്യുക. ഒപ്പം ഇതുപോലെ തിരിച്ചും ചെയ്യുക. ബ്രീത്ത് ഔട്ട് മൗത്തിലൂടെ ചെയ്യുക. അതായത് താഴോട്ട് പോകുന്ന ഫിംഗേഴ്സിനെ ഉടനെ അടുത്ത കൈ കൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും ഇത്. ഇനി രണ്ടാമത്തെ എക്സർസൈസിൽ നിങ്ങളുടെ കൈകൾ ചെസ്റ്റിന് നേരെ ഇതുപോലെ പിടിക്കുക. തൊഴുത് പിടിക്കുക. കൈയുടെ റിസ്റ്റ് ഭാഗം തൊട്ടിരിക്കണം, ടച്ച് ചെയ്തിരിക്കണം. എന്നിട്ട് പെട്ടെന്ന് റിസ്റ്റ് അകത്തുക. ഒപ്പം വിരലുകളും. പക്ഷേ വിരലുകൾ തമ്മിലുള്ള ടച്ച് വിടാൻ പാടില്ല. റിസ്റ്റ് ടച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതും മൗത്തിലൂടെ ചെയ്യുക. ഇനി മൂന്നാമത്തെ എക്സർസൈസ്. ഇതിൽ കൈകൾ ഉയർത്തി ഇതുപോലെ നിങ്ങളുടെ മുഖത്തിന് നേരെ പിടിക്കുക. കൈയുടെ വെള്ളഭാഗം നിങ്ങളുടെ മുഖത്തിന് നേരെ ആയിരിക്കണം. ലിറ്റിൽ ഫിംഗേഴ്സിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ടച്ച് ചെയ്തിരിക്കണം. മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ബ്രീത്ത് എടുക്കുക. ഓരോ വിരലുകളും ഓരോന്നായി മടക്കുക. എല്ലാ ഫിംഗേഴ്സും മടക്കിയതിന് ശേഷം വായിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. കൂടെ നിങ്ങളുടെ വിരലുകൾ ഓരോന്നായി നിവർത്തിക്കൊണ്ടിരിക്കുക. ഓരോ എക്സർസൈസും കുറഞ്ഞത് 10 പ്രാവശ്യം ചെയ്യുക. കാണിച്ചു തന്നതുപോലെ ഓരോ എക്സർസൈസും കൃത്യമായി ശരിയായ രീതിയിൽ ചെയ്യുക. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതിന് മുൻപും പഠിക്കുന്നതിന് ഇടയിലും ഇത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടാനും ബ്രെയിൻ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പഠിക്കുന്ന കുട്ടികൾക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ വീഡിയോ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ പോസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിൽ പുതിയ സ്പെഷ്യൽ ഹെൽത്ത് ടിപ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. ഇത് ജോൺ. ഇനിയൊരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.